നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തുടങ്ങാനിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ED തീരുമാനം CPM-നെയും അതുപോലെ തന്നെ ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കുകയാണ്. ഇന്നേക്ക് 30-ാം ദിവസം വോട്ടെടുപ്പാണ്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥികൾ കൂടിയായ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ഏപ്രിൽ 2-ന് ഹാജരാകാൻ ED വീണ്ടും സമൻസ് അയച്ചതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിഴൽ വീഴ്ത്തും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും അന്വേഷണം ത്വരിതപ്പെടുത്താനാണ് ED നീക്കം. തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത് CPM-നും പ്രഹരമായി. BJP-യുടെ രാഷ്ട്രീയ നീക്കമെന്ന് പതിവ് വ്യാഖ്യാനമാണ് പാർട്ടി നൽകുന്നതെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരോട് എങ്ങനെ വിശദീകരിക്കുമെന്ന ആശയക്കുഴപ്പം പാർട്ടിക്കുണ്ട്. പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന പ്രചാരണ ആയുധമായി മാറുന്ന സാഹചര്യമാണ് LDF-നുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ KSIDCയും എക്സാലോജി കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ്. കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല. ആ നിലയ്ക്ക് EDയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും CPM ശ്രമം. തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തിക്കാണിക്കും. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ED സമൻസ് അയച്ചതിനെയും ഇതുമായി ബന്ധപ്പെടുത്തും. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായ ED നടപടിയിൽ കോൺഗ്രസും പ്രതിഷേധ രംഗത്താണ് എന്നതിനാൽ അവരിൽ നിന്നും വലിയ ആക്രമണം പാർട്ടി പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ ഒരിക്കൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുന്നത്. കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ ശുപാർശ SFIO ശരിവെച്ചതോടെയാണ് കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനം. സ്വാഭാവികമായി ചോദ്യം ചെയ്യലുണ്ടാകും. അതിനും അപ്പുറത്തേക്ക് കടന്നാൽ CPM-ന് കാര്യങ്ങൾ എളുപ്പമാകില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ അത് കുടുംബത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല. ED അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ കേസുകളിലും CPM BJP-യുമായി ഒത്തുതീർപ്പുണ്ടായെന്ന് അവർ ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ED നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നില്ല. എന്നാൽ EDയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ CPM BJP-യെ സഹായിച്ചേക്കുമെന്ന പ്രചാരണം ഉയർത്തും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കും സർക്കാരിനും മാരക പ്രഹരം ഏൽപ്പിച്ചതിന് സമാനമായി കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കുന്നുവെന്ന ആശങ്ക ശക്തമാണ്. മോദി സർക്കാരിന് വേണ്ടി ED കൂലിപ്പണി ചെയ്യുകയാണെന്ന് ഇന്നലെ അടിയന്തരമായി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചതും സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ്. പ്രതിപക്ഷ സർക്കാരുകളെയെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേസുകളിൽ കുടുക്കി മുൾമുനയിൽ നിർത്താനും രാഷ്ട്രീയമായി നിർവീര്യമാക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന ആക്ഷേപം ശക്തമാണ്.